ഇവിടെ ഞങ്ങളുടെ ഈ സ്മൈൽ ഗ്രാമം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശുശ്രൂഷ കേന്ദ്രമാണ്. അതോടൊപ്പം ഞങ്ങൾക്ക് ഇവിടെ തൊട്ട് അടുത്തുള്ള ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട് പാവപ്പെട്ടവർ. ഈ ഒരു 4-5 വർഷമായിട്ടാണ് ഇവിടെ ആനയുടെ ശല്യം ഉണ്ടായി തുടങ്ങിയിട്ട്. ആനയെ വരാണ്ടിരിക്കാവുന്ന എന്തെങ്കിലും സംവിധാനങ്ങളോ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞൊരു നഷ്ടം ഉണ്ടായിരുന്ന അതിന് ഉള്ള ഒരു നഷ്ടപരിഹാരമോ ഇതൊന്നും തന്നെ കിട്ടുന്നില്ല. ഈ നാടിൻ്റെ കാരണം ഞങ്ങളെ സഹായിക്കുന്നത് ഈ നാട്ടുകാരാണ്. അവർ ഇവിടെ എന്താവശ്യമുണ്ടെങ്കിലും ഓടി വരുന്നതാണ്. ഇവിടെ ജാതി മത ഭേദമന്യേ ഞങ്ങളുടെ സഹോദരങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ അവർക്കൊക്കെ ഇതുപോലെയുള്ള ഈ നാശനഷ്ടങ്ങൾ, ഈ വലിയൊരു കണ്ണുനീര് ഇങ്ങനെ നിൽക്കുവാണ്. അച്ഛൻ പറഞ്ഞ വിഷയങ്ങൾ ഈ മേഖലയിൽ, വനമേഖലയിൽ വലിയ വ്യാപകമായ ഒരു ദുരന്തം വിതയ്ക്കുന്ന വിഷയങ്ങളാണ്. ഇപ്പോൾ ആനശല്യം മാത്രമല്ല, കൃഷി ചെയ്യുന്ന അത് നശിപ്പിക്കുന്ന പന്നിയുടെയും മറ്റു വന്യമൃഗങ്ങളുടെയൊക്കെ ശല്യം വളരെ ഗുരുതരമായ വിഷയമാണ്. ഇന്നിപ്പോൾ അച്ഛനത് നമ്മളോട് ദീർഘമായി സംസാരിച്ചു. ഈ സ്ഥാപനത്തിൻ്റെ മാത്രമല്ല, ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളുടെയും വലിയ വിഷയമാണ്. ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത്, മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ എത്രയോ നിസ്സഹായകമാണ് അവസ്ഥ എന്നാണ് പറയുന്നത്. ഏതായാലും NDA മുന്നണിയുടെ പ്രകടന പത്രികയിൽ മലയോര പ്രദേശത്തെ ഈ വന്യമൃഗശല്യത്തെക്കുറിച്ച് നമ്മൾ ഊന്നി പറയുന്നുണ്ട്. ഇന്ത്യ ഭരിക്കുന്ന ഒരു സർക്കാരാണ് NDA മുന്നണി. അപ്പോൾ ആ സർക്കാരിൻ്റെ ശ്രദ്ധയിൽ നമ്മളത് പെടുത്തും. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ സ്വീകരിച്ച ഫലപ്രദമായ മാർഗങ്ങൾ അത് കേരളത്തിൽ കൊണ്ടുവരാനും നടപ്പാക്കാനും NDA മുന്നണി തീർച്ചയായിട്ടും ശ്രമിക്കും. അപ്പോൾ ഈ പ്രശ്നത്തിനൊരു ശാശ്വതമായ പരിഹാരം കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തി നടപ്പാക്കാൻ കഴിയുമെന്നുള്ള ഉത്തമ വിശ്വാസമാണ് നമുക്കുള്ളത്. എല്ലാ വിജയവും ആശംസിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ ഗവൺമെൻറ്റിൽ നിന്ന് സാധിച്ച് കിട്ടാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.